പ്രകാശന് മമ്മൂട്ടി ഇങ്ങനെ സ്നേഹിച്ച് കൊന്നു എന്ന് പറഞ്ഞു. അതെ അതെ, സത്യം പറയണം, മമ്മൂട്ടിന്റെ അടുത്ത് നല്ല ചീത്ത കിട്ടും. അന്നേരം വെച്ച് പറഞ്ഞു, എൻ്റെ മോനെ എന്നെ അമ്മക്ക് ചീത്ത പറഞ്ഞ മലയാളത്തിൽ ഒരാളെ ഇത്ര ചീത്ത പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ കേട്ട് കണ്ണെന്ന് പടം വന്നു. ആ കുലാൻ്റെ തുർബുലാനുണ്ടല്ലോ, തുർബുലാനിൽ മമ്മൂക്കൻ്റെ പിന്നെ സഹായിയാണെന്ന് ഞാനും സുരാജും ഞാർമോളും. അപ്പോൾ അതിലൊരു പാട്ടുണ്ട്, പിടിയാന പിടിയാന മതിയാന മതിയാന. അതിൻ്റെ പാട്ട് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്ക ആനപ്പുറത്തും സുരാജ് ഇപ്പുറവും ഞാനിപ്പുറവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ പടത്തിലെ ഹൈലൈറ്റ് ആ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കച്ചറയാണല്ലോ അതിൽ. ആ ഹോട്ടലിലേക്ക് വരുന്നു. അപ്പം എല്ലാ ആർട്ടിസ്റ്റുകളുണ്ട്, ജഗതിയേട്ടൻ, ഇന്നസെൻറ്റ്, കൊച്ചിനെ നിഫ്ക, അരിസി അശോകൻ, ഒരാവിധ കലാശാല ബാബുവേട്ടൻ, എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പോൾ പിന്നെ അവിടുന്ന് ആനപ്പുറത്തുനിന്ന് മമ്മൂട്ടി ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ ലെങ്തി ഡയലോഗാണ്, ട്രോളി ഷോട്ടാണ്. അപ്പം പിന്നെ ജൂനിയർ സാറാണല്ലോ അതിൻ്റെ ഡയറക്ടർ. ഭയങ്കര ഷോട്ടാണ്. അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ അടിച്ച് കസറ ഡയലോഗ്, അതൊക്കെ റൗണ്ട് ഇട്ടിട്ട് ഇങ്ങനെ വലിയതിട്ട് ആരാക്കി ഇങ്ങനെ വരുമ്പം പെട്ടെന്ന് ഏതോ ഒരു മൊബൈല് റിങ് ചെയ്യുന്നത് ഒരു റിങ്ങല്ല, ആംബുലൻസ് ഒക്കെ പെട്ടെന്ന് ജോണി ആൻഡി സാർ പറഞ്ഞു, കട്ട് 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 കട്ട്. ആരതാണ് ആ മൊബൈൽ ശബ്ദിച്ചത്? അപ്പം നമുക്ക് എല്ലാവരും നോക്കുന്നുണ്ട്. അപ്പം ജഗതിയേട്ടൻ, ഇന്നസെൻ്റ് ഒക്കെ അങ്ങനെ ഉണ്ടല്ലോ അവർ. കാരണം ഈ നമ്മളെ ചില ആളുകളെ വെടിയേക്കാൻ വന്നാൽ പിന്നെ കൈ വന്തിച്ച് നിൽക്കുക, ഞാൻ നിസ്സഹായനാണ്, കാരണം എൻ്റെ എല്ലാ ഫോണെന്ന് അറിയിക്കാൻ വേണ്ടി എല്ലാവരും കൈ വന്തിച്ചു. അപ്പം ഞാനതിലൊരു ലുങ്കും ടീഷർട്ടുമാണ്. അപ്പം ഞാൻ എൻ്റെ മൊബൈൽ ഇവിടെ കോഴിക്കോടുകാരൊക്കെ ഉണ്ടല്ലോ മടക്കുത്തിലൂടെ ചീരി വെക്കുക, അത് ചീരി വെച്ചാൽ എല്ലാവരോടും ചോദിച്ചു നമുക്ക് ആരതാണ് ഫോണ്, ആരതാ ശബ്ദിച്ചത്? അപ്പം എൻ്റെ അടുത്തേക്ക് ഒന്ന് വെച്ചു, തൻ്റെ ആണോ? ഞാൻ എൻ്റെ ആണ്. ഷൂട്ടിങ്ങിന് വന്നാന്ന് അറിയില്ല. ആരോ എത്ര എമർജൻസി വിളിച്ചത്? ആരാ എമർജൻസി വിളിച്ചത്? അറിയില്ല. അപ്പം ഞാനത് സൈലൻറ്റിൽ ഇട്ടതാ, അത് വൈബ്രേറ്റ് ആയി പോയതാ. പോയി എടുക്കണോ, പോയി എടുക്ക. ഇവരില്ലാത്ത കുറേ അഭിനയിക്കാൻ വരും. അപ്പം എന്നോട് എൻ്റെ തമാശ കെട്ടിച്ചിരിക്കുന്ന ആൾക്കാരാണ് ജഗതിയേട്ടൻ, ഇന്നസെൻ്റ്, അരിസി അശോകൻ. കാരണം അവരൊക്കെ വിശ്രമങ്ങളിൽ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നെ അവരുടെ റൂമിൽ കയറ്റിയിട്ട് കുറേ തമാശ പറയിപ്പിക്കും. അത്ര ഇഷ്ടം എനിക്ക്. അല്ല ഇന്നെ അവരൊക്കെ രാജാവ് പറഞ്ഞാൽ പ്രജകൾക്ക് എന്ത്, അതാരും മമ്മൂക്ക് അങ്ങനെ ചീത്ത പറഞ്ഞാൽ പിന്നെ ഇവർ ആരും ഒന്നും ഇടിച്ചിരിക്കുന്നില്ല. പോയി എടുക്കണം മമ്മൂട്ടി കൊണ്ടു. അപ്പം ഞാൻ നേരെ പോയി ഫോൺ എടുത്ത് പിന്നെ എന്താ സ്ഥിതി, ഇനിയിപ്പോൾ ഒന്നുമില്ല, ട്രെയിനിന് തലക്ക് തന്നെ, വീട്ടിലേക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അങ്ങനെ വന്നു നമുക്ക് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഫോണിലെടുത്തോ? ഞാൻ എടുത്തു. ആരാ വിളിച്ചത്? ഇത്ര എമർജൻസിയിൽ ആരാ വിളിച്ചത് തന്നെ? ഞാൻ പറഞ്ഞു ഭാര്യയാണ്. ഭാര്യയ്ക്ക് അറിയില്ലേ ഷൂട്ടിന് വന്നാന്ന്? അറിയാം. എന്തിനാ വിളിച്ചത്? ഞാൻ പറഞ്ഞു അടുക്കളയിൽ കയറിയപ്പോൾ സ്റ്റൗ പിന്നെ എവിടെയാണ് വെച്ചതെന്ന് കണ്ടില്ല, അതുകൊണ്ട് എന്നെ വിളിച്ചു ചോദിച്ചതാ, സ്റ്റൗ പിന്നെ നിങ്ങൾ എവിടെയാണ് വെച്ചത്? മമ്മയ്ക്ക് അടക്കമുള്ള എല്ലാന്നോടും ഭയങ്കര ചിരി. അപ്പം ജഗതിയേട്ടൻ പറഞ്ഞു, ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അനിയൻ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരു വെടി വെട്ടിക്കുന്ന് കേട്ടല്ലോ. ജോണി പിന്നെ മിമിക്രിയിലേക്ക് വരാം, തിരിച്ച് സിനിമയിൽ നിന്ന് വീണ്ടും മിമിക്രിയിലേക്ക്. ഈ മിമിക്രിയില് ഈ കേരളത്തിലെ എത്ര പ്രഗത്ഭരായ പല ആളുകളുടെ കൂടെ മിമിക്രി ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? എത്ര ആളുകളുടെ കൂടെ, ആരുടെയൊക്കെ കൂടിയാണ് പ്രോഗ്രാം ചെയ്തത്? ഞാൻ മിമിക്രി കൂടെ പിന്നെ അവതരിപ്പിക്കാത്ത ആർട്ടിസ്റ്റുകൾ പിന്നെ പ്രസിദ്ധര് കുറവാണ്. മിമിക്രി കേരളത്തിലുടനീളം പല പ്രഗത്ഭരെയും കൂടെ അവതരിപ്പിച്ചു എന്നറിഞ്ഞു. തീർച്ചയായും. പക്ഷേ ഈ മിമിക്രി ആരെങ്കിലും പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ? യുവജനോത്സവത്തിൽ ഞാൻ 2 വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. അവർ രണ്ടും സ്കൂൾ പിന്നെ സംസ്ഥാന ജേതാക്കളും. കൊട്ടക്കാരി